ഹലോ നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇത് കാണുക. ഇന്ത്യൻ ആർമിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഓപ്പർച്യൂണിറ്റി, അതായത് നല്ല ഒരു അവസരം നമുക്ക് വന്നു കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ കാണുകയും മൊത്തം കാണുകയും ചെയ്യുക. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും ആയിക്കോട്ടെ, മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് നിങ്ങൾ ഓടുകയും ചാടുകയും ഒന്നും വേണ്ട. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അത് ടെക്നിക്കൽ ആയിട്ടുള്ള ചില സെക്യൂരിറ്റി അങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഡിസിഗ്നേഷനിൽ വരുന്ന പോസ്റ്റുകളിൽ മാത്രം അതുള്ളൂ. അല്ലാതെ ജനറൽ ആയിട്ടുള്ള ആർക്കും ഇതിനകത്ത് ഓടുകയും ചാടുകയും അല്ലെങ്കിൽ നെഞ്ചളവ് ഇത്ര വേണം, ഓടുമ്പോൾ ഇത്ര മീറ്റർ ഓടണം, അത് ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ഇത്ര, അങ്ങനെയുള്ള ഒരു മാനദണ്ഡങ്ങളും ഇതിനകത്തില്ല. നിങ്ങൾ പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ്റെ ഇതിന്റെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഓഫ്ലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അതിന്റെ കൂടെ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തയക്കണം. ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. ഒരുപാട് വേക്കൻസി ഉണ്ട്. ഞാനിവിടെ ഒരുപാട് വേക്കൻസി നിങ്ങളെ കാണിക്കാം ഈ വീഡിയോയിൽ. അതിൽ കൂടുതൽ വേക്കൻസി ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്. 10ാം ക്ലാസ് പാസ്സായവര്, 12 ജയിച്ചവര്, ITI പാസ്സായവര്, ഡിപ്ലോമ പാസ്സായവര്, എഞ്ചിനീയറിംഗ് പാസ്സായവര്, എല്ലാവർക്കും ഇതിനകത്ത് വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കും. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് കണക്കുള്ള പുതിയ പുതിയ വേക്കൻസിയുടെ ഇൻഫോർമേഷൻ നിങ്ങളിൽ എത്തിച്ചു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇത് കണക്ക് വേക്കൻസിയുടെ ഇടുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മലയാളികൾ അധികം വേക്കൻസികളൊന്നും അറിയാറില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പട്ടാളത്തിന്റെ തന്നെ ഇപ്പം വന്നിരിക്കുന്ന ഈ വേക്കൻസി തന്നെ ഇങ്ങനെ ഈ യൂട്യൂബിലൂടെ കാണുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. വളരെ ഇത് അപൂർവമായിട്ട് ഈ ന്യൂസുകൾ അല്ലെങ്കിൽ ഈ വേക്കൻസികൾ മറ്റുള്ളവരിൽ എത്തത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലിട്ട് എവിടുന്ന് ആപ്ലിക്കേഷൻ നമുക്ക് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അതെങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം, അതിന്റെ കൂടെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ചെയ്യണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ആർമി DG EMI റിക്വയർമെന്റ് 2024-2025. നിങ്ങൾ ഇത് 21 ദിവസത്തിനുള്ളിൽ, 21ൽ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ 20 ദിവസത്തിനുള്ളിൽ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഓൺലൈനിൽ പോവുകയോ അങ്ങനെയുള്ള ഒരു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് അതിന്റെ കൂടെ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെ കോപ്പി വെച്ച് നിങ്ങൾ അയച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് അധികം ഇവിടെ നോക്കി എന്തുമാത്രം പോസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്, ഞാൻ കാണിക്കാം. ഗ്രൂപ്പ് C ആണ്. ഗ്രൂപ്പ് സിയിൽ വേരിയസ് വേക്കൻസി ആണ് ഇത് പറയുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് DG EMI അവരാണ് ഈ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പോസ്റ്റ് എന്തുമാത്രം പോസ്റ്റാണ് നിങ്ങൾ നോക്കിയേ. ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതുകൂടാതെ എഞ്ചിനീയർ, എക്വിപ്മെന്റ് മെക്കാനിക്ക്, അതുകൂടാതെ സ്റ്റോർ കീപ്പർ, ടെലികോം മെക്കാനിക്ക്, ആർമമെന്റ് മെക്കാനിക്ക്, ഫാർമസിസ്റ്റ്, ബാർബർ, ഫയർമാൻ, ട്രേഡ്സ്മാൻ, മേറ്റ്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെഹിക്കിൾ മെക്കാനിക്ക്, അതർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് പോസ്റ്റ് ഇനിയുമുണ്ട്. ഇത് ഒന്നുമായില്ല. ഇത്രയും പോസ്റ്റ് ഇനിയും അതിനകത്തുണ്ട്. എല്ലാം കൂടെ എഴുതുമ്പോൾ ഒരുപാട് നേരമാകും അതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പൊ ഏറ്റവും നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ഇടുന്ന നിങ്ങൾ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്ന ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ വളരെ ഒരു ഡിമാൻഡുള്ള ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തെ പറ്റി. സ്റ്റോർ കീപ്പർ തീർച്ചയായിട്ടും കേരളത്തിലെ ആൾക്കാർക്ക് പറ്റിയ പോസ്റ്റാണ്. പിന്നെ ഫയർമാൻ 10 ജയിച്ചവർക്കൊക്കെ നല്ലൊരു ഇതാണ് ഫയർമാൻ. ഇലക്ട്രീഷ്യൻ പാസ്സായി ITI ഉള്ളവർക്ക് ഇലക്ട്രീഷ്യന് പോവാം. ഫിറ്റർ പഠിച്ച് പാസ്സായവർക്ക് ഫിറ്ററിൽ പോയാം. വെഹിക്കിൾ മെക്കാനിക് ഉണ്ട്, മെക്കാനിക്കായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക്. അതർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് പോസ്റ്റ് ഉണ്ട്.
ബാച്ചിലർ എഞ്ചിനീയറിംഗിന്റെ പോസ്റ്റ് വരുന്നുണ്ട്. 625 പോസ്റ്റാണ് മൊത്തം ഉള്ളത്. 625 പോസ്റ്റ് ഓഫ്ലൈനിലാണ് ഇത് അപേക്ഷിക്കുന്നത്. നിങ്ങൾ 21 ദിവസവും ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിലിന് ഇതിന് അപേക്ഷിക്കാം. ഇത് അപ്ലൈ വിത്തിൻ 21 ഡേയ്സ്. 21 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു ദിവസം പോയി നോട്ടിഫിക്കേഷൻ കിട്ടിയ ഇനി 20 ദിവസമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് പെട്ടെന്ന് ചെയ്യണം. ഇത് സാലറി എന്ന് പറയുന്നത് 18,000 തൊട്ട് 92,300 രൂപ വരെയുള്ള സാലറിയാണ്. ഇനി മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്. ഏജ് റിലാക്സേഷൻ ആപ്ലിക്കേഷൻ ഫീ ഇതിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾ ഏജ് റിലാക്സേഷൻ എങ്ങനെയാണെന്ന് ആപ്ലിക്കേഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, ആർക്കും എല്ലാം നില്ലാണ്. ഓഫ്ലൈൻ ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം, സ്കിൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, ഒളി ഫോർ ഫയർമാൻ ആൻഡ് സിമിലർ ജോബ്. ഫിസിക്കൽ ടെസ്റ്റ് ആയി ഇവർക്ക് രണ്ടുപേർക്കേ ഉള്ളു. ഒളി ഫോർ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഫിസിക്കൽ ടെസ്റ്റ് ഒളി ഫോർ ഫയർമാൻ ആൻഡ് സിമിലർ ജോബിനേ ഉള്ളു ഫിസിക്കൽ ടെസ്റ്റ്. അല്ലാതെ നിങ്ങൾ ഓടുകയും ചാടുകയും ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ട് നിങ്ങളുടെ സെലക്ഷന് വേണ്ടിയിട്ട്. സെലക്ഷൻ പ്രോസസ് ആണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ITI ഡിപ്ലോമ ഗ്രാജുവേറ്റ് ഫ്രം റിക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് 10കാർക്കും അപേക്ഷിക്കാം, 12കാർക്കും അപേക്ഷിക്കാം, ITI പാസ്സായവർക്ക് അപേക്ഷിക്കാം, ഡിപ്ലോമക്കാർക്ക് അപേക്ഷിക്കാം, ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ബാച്ചിലർ എഞ്ചിനീയറിംഗും വരും. അതുകൊണ്ടാണ് ഗ്രാജുവേറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. BE-കാർക്കും ഇതിനകത്ത് അപേക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്ന്: പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഇത് നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് അറ്റാച്ച്. ഹൗ ടു അപ്ലൈ ഫോർ DIGM റിക്വയർമെന്റ് 2024-25. ഇത് നിങ്ങൾ ആപ്ലിക്കേഷന്റെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ. അവിടുന്ന് നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നല്ല കണക്ക് ശ്രദ്ധിച്ച് ഫില്ലപ്പ് ചെയ്യുക. എല്ലാം കറക്റ്റ് ആയിട്ട് ഫില്ലപ്പ് ചെയ്ത് 2-3 ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. ഒരെണ്ണം ആദ്യം അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ചെയ്യുക. ഏറ്റവും നല്ലതുപോലെ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ അപേക്ഷിക്കുന്നു അത് കണക്ക് നിങ്ങൾക്ക് ജോബ് കിട്ടിയിരിക്കും. കാര്യം അവിടെ വേറൊരു കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിനകത്തുണ്ടോ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അത് കണക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ. ആപ്ലിക്കേഷൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ CV മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുക. അപ്പം അതിന്റെ ഒരു അപ്ഡേഷൻ അത് കണക്ക് തന്നെ അതിനകത്ത് വരും. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.